ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഗംഗയുടെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഇടാനായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പോയിട്ട് പാലാരിവട്ടം ജയലക്ഷ്മിയിലാണ്. തമ്പുവിന്റെ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ പോയ സെയിം ഡേ ആണ് നമ്മൾ നോക്കിയത്. ആക്ച്വലി തമ്പുവിന്റെ എടുക്കാൻ പോയപ്പോഴേക്കും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ ഡ്രസ്സും കൂടി അപ്പൊ തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനും കിച്ചാനും കൂടിയൊക്കെ പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഷറാറ നോക്കിയത്. ഒരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, അവിടുത്തെ കസ്റ്റമർ സർവീസ് എന്റെ ദൈവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അഞ്ജലി എന്നാണ് കുട്ടിയുടെ പേര്. അഞ്ജലി മാത്രമല്ല, അതെ ഈ കാണുന്ന എല്ലാവരും എന്നെ സെലക്ട് ചെയ്യാനും ഓരോന്ന് കാണിച്ചു തരാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഷറാറയാണ് ഞാൻ ആദ്യം നോക്കിയത്. ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു. കിച്ചാവിന് അത് തീരെ ഇഷ്ടമായില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ലെഹങ്ക പോലെ എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇടിവെട്ട് ഷെയ്ഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ പോയത്, പക്ഷെ അവിടെ കുറെ പേസ്റ്റൽ ഷെയ്ഡ്സ് കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നു. ഞാൻ ഇതായിരുന്നു ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 സാധനം ഞാൻ ട്രൈ ചെയ്തുള്ളൂ. എനിക്ക് എപ്പോഴും കടയിൽ പോയി ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്യുന്നതോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ട്രൈ ചെയ്യും, അതിൽ നിന്ന് ഞാൻ ഓർമ്മ കൊടുക്കും. ആൻഡ് ഇതാണ് നമ്മൾ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏതായിരിക്കും ഞാൻ എടുത്തേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തോളൂ കേട്ടോ. ഇതിൽ 2 ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ അവർ അവിടെ തന്നെ ചെയ്തു തരും കേട്ടോ. അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് നമുക്ക് എത്ര ഉടുപ്പാണെങ്കിലും അവർ വെച്ചത് കാണിച്ചു തരും. വലിയ മടിയില്ല കേട്ടോ. എനിക്ക് ഇത്തവണ പോയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കസ്റ്റമർ സർവീസ്. നിങ്ങൾ ജയലക്ഷ്മിയുടെ ഭാഗത്ത് കൂടി പോവുകയാണ് ഡ്രസ്സൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പാലാരിവട്ടം ജയലക്ഷ്മിയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയുള്ളൂ കേട്ടോ. നല്ല കസ്റ്റമർ സർവീസാണ്. അങ്ങനെ നമ്മൾ ഇതിലൊരെണ്ണം വാങ്ങി, അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞാനിപ്പോൾ കിച്ചാവിന് ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ അന്ന് വരാമെന്ന് പറഞ്ഞ് അവരോട് ടാറ്റ ബേബിയൊക്കെ പറഞ്ഞു. അവരോട് ഓൾട്ടർ ചെയ്ത് വെച്ചോളൂ, ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ പോയി. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാട്ടോ. 3 days later. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം കിച്ചാമനും ഡ്രസ്സ് എടുക്കണം. ഞാൻ ഓർഡർ ചെയ്ത സാധനം തിരിച്ചു വാങ്ങാനായിട്ട് പോവാണ്. തമ്പൂന് ഓൾറെഡി അവന്റെ പിറന്നാളിന് ഞാൻ എടുത്ത അതേ കളറിലെ ഡ്രസ്സ് കിട്ടി. അതുകൊണ്ട് അവന് വാങ്ങേണ്ട വന്നില്ല, കിച്ചാമന് മാത്രം വാങ്ങേണ്ട വന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് കിച്ചാമന് ഔട്ട്ഫിറ്റ് എടുക്കാനായിട്ടാണ്. ആ സമയത്തേക്ക് തമ്പു നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെയും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കിച്ചാമൻ പോയിട്ട് ട്രയൽ ചെയ്യാൻ നോക്കി. നമ്മള് ഒരു ഫോർമൽ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഉദ്ദേശിച്ചത് വെച്ചാൽ റിസപ്ഷൻ ആണല്ലോ. ഈ ഒരു കളർ എടുത്തപ്പോഴേക്കും വലിയ സുഖം തോന്നിയില്ല. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് ഡ്രസ്സാണ് എടുത്തതെന്നുള്ളത് അല്ലേ. അപ്പൊ ഈ പാന്റിന്റെ കളർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവണം. സോ കിച്ചാമൻ ഈ ഒരു ഡ്രസ്സായിരുന്നു ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഫിക്സ് ചെയ്തു. ബില്ലടിക്കാനായിട്ട് പോകുന്ന സമയത്ത് മിറർ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോഴത്തേക്കും തമ്പുക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾട്ടർ ചെയ്ത് വെച്ചത് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. താഴെ വരും എന്ന് പറഞ്ഞു. അപ്പൊ താഴെ വന്നില്ല. അപ്പൊ മേളിൽ പോയി നോക്കാൻ പറഞ്ഞു. തമ്പു ആണെങ്കിൽ അവിടെ കിഡ്സിന്റെ ഡ്രസ്സൊക്കെ എടുക്കണം. അവിടെ ഇതുപോലെ കാറിന്റെ മോഡലില് സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മേളിലേക്ക് പോയി. ആൻഡ് ഇതായിരുന്നു ഞാൻ ഉണ്ടായ ഡ്രസ്സ്. അത് നിങ്ങൾക്ക് ഇപ്പൊ കിച്ചാമൻ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ഞാൻ 3 ഡ്രസ്സിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് പറയണം കേട്ടോ. ഇതാണോ മറ്റേ ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡുള്ളതാണോ അതോ ആ ഒരു റാണി പിങ്ക് ഷെയ്ഡുള്ള ഷറാറയാണോ എന്നുള്ളത് പറയണം കേട്ടോ. തമ്പു ഇവിടെ ഭയങ്കര നടക്കൽ പ്രാക്ടീസിലാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ഓൾസോ എനിക്ക് ഈ ഡ്രസ്സ് കുറച്ച് ഓവറായി പോയോ എന്ന് തോന്നി. ഇനി അവിടെ എല്ലാവരും വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരാളുടെ ഫംഗ്ഷന് പോണത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആണ്. എല്ലാവരെയും കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ കളക്ട് ചെയ്ത് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഓർണമെന്റ്സ് ഹണ്ടിങ്ങിനാണ് കേട്ടോ. അത് ഞാൻ വിചാരിച്ചു റെന്റ് എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ നിയതിയിലാണ് പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ തൃപ്പൂണിത്തുറയിലുള്ളത്. അവിടെ ചെന്ന് എനിക്ക് 2-3 ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നത്, ബുക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെച്ചത് എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നില്ല. എന്നാൽ പിന്നെ കടയിൽ പോയി വാങ്ങാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ സാറ കളക്ഷനിലേക്ക് പോയി. നമ്മുടെ പേട്ടയിലുള്ളത്. അവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ കളക്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ AD സ്റ്റോൺ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കുറച്ചും കൂടി ചേരുന്നത്. അപ്പം അതിലുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മിനിമൽ ആയിട്ടുള്ളത് നോക്കിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ കുറച്ച് ഓവറായോ അതും എനിക്കറിയില്ല. എന്തായാലും ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും സംഭവം എല്ലാം എനിക്ക് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. ഞാനിപ്പം കുറെ നാളായി ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഇപ്പൊ കുറച്ചധികം ലോങ് വീഡിയോസ് ഒക്കെ നമ്മളിപ്പോ ഡെയിലി പോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ഇഷ്ടമാണോ എന്ന് പറയാം. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത